ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ എനിക്കൊരു പ്രത്യേകിച്ച് ഒരു വിഷയമൊന്നുമില്ല. പക്ഷെ നിങ്ങളിലേക്ക് ഒരു വിഷയം, ഒരു സുപ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഞാൻ 2-3 ഡേയ്സ് മുമ്പ് ഞാനൊരു പേഡ് സർവീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസമായിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്ക് ആ സർവീസ് ആക്കിയതിന് ശേഷം വരുന്ന എൻക്വയറിയിൽ എനിക്ക് കൂടുതലും 90% എനിക്ക് വരുന്നത് ഈ പേ ഔട്ട് സെക്ഷനിലെ മിസ്റ്റേക്കുകൾ ശരിയാക്കി തരുമോ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് എന്നുവെച്ചാൽ പല ആൾക്കാരും അത് ഇൻഡിവിജ്വലിൻ്റെ ഭാഗത്ത് ബിസിനസ് ആക്കി, അല്ലെങ്കിൽ നൺ പ്രോഫിറ്റ് ആക്കിയിട്ടുണ്ട്. പല ആൾക്കാരും കോർപ്പറേഷൻ ബിസിനസ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ അവിടെ അതുകൂടാതെ തന്നെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, തേർഡ് നെയിം, മൊത്തത്തിൽ ഈ 3 കളിയിലും ഒരൊറ്റ പേര് തന്നെ വെച്ചിട്ട് മറ്റേ ചില ആൾക്കാർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഈ പാൻ കാർഡിന്റെ പേരിന് പകരം വേറെ എന്തൊക്കെയോ അവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പല തരത്തിലുള്ള മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും എന്നെ ഈ പേഡ് സർവീസിന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പിന്നെ ഈ മോണിറ്റൈസേഷനൊക്കെ ഈ യൂട്യൂബിനെ അപേക്ഷിച്ച് പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ യൂട്യൂബിനേക്കാളും പെട്ടെന്ന് നമുക്ക് ഈ ഫേസ്ബുക്കിൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴന്നെ നമുക്ക് പേ ഔട്ട് സർവീസ് ചിലപ്പോൾ ലഭിക്കുന്നുണ്ട്. മുമ്പൊക്കെ ലഭിക്കുന്നുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ടൂള് ലഭിക്കുമ്പോൾ അതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ലഭിക്കുന്നത്. എന്നിരുന്നാലും ഈ പേ ഔട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഞാൻ അവിടെ ബ്ലറാക്കേണ്ട സമയത്ത് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബ്ലറാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ വോയിസിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അത് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാലല്ല, നമുക്ക് പിന്നീട് അത് റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ലിക്കാവാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചതിൻ്റെ റിപ്ലൈ വരുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പേ ഔട്ട്. അതായത് ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ ഒരു പ്രോബ്ലംസ്, ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല റിസ്ക്കാണ്. അതിൽ 50-60% ശരിയായിട്ട് വരും. ബാക്കി 40-50% നമുക്ക് ശരിയായിട്ട് വരുന്നുമില്ല. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ശരിയായിട്ട് വരുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ പേ ഔട്ട് സെക്ഷനിൽ സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അഥവാ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഈ പേഡ് സർവീസിലെ നമ്പറിലേക്ക് വിളിക്കുക. എന്തെങ്കിലും തൊട്ട് നിങ്ങൾ പകുതിയാക്കിയിട്ട് എനിക്ക് തരുന്നതിനേക്കാളും നല്ല തൊടാതെ ഫ്രഷ് ആയിട്ട് തരുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ തൊട്ട് പകുതിയാക്കിയിട്ട് അവിടെ പെൻഡിങ് ആയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി, റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ റിപ്പോർട്ടൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഒരു ഫോം, ഫേസ്ബുക്കിൻ്റെ ഹെഡിൽ നിന്ന് ഒരു ഫോം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് റീഫില്ല് ചെയ്ത് തിരിച്ചങ്ങോട്ടേക്ക് ആക്കാം. കുറച്ച് നല്ല റിസ്ക്കുള്ള പണിയാണ്. അത് എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനോ പറ്റും, പക്ഷെ അവിടുന്ന് റിപ്ലൈ ശരിയാക്കി വരുത്തലും അത് എപ്പോഴാന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഓക്കെ, അതൊക്കെ ഫേസ്ബുക്കിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് കുളമാക്കുന്നതിന് പകരം നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് ചെയ്യാം. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേഡ് സർവീസിലേക്ക് വന്നോളൂ, വിളിച്ചോളൂ, ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷെ തൊടാതെ ഫ്രഷ് ആയിട്ട് തന്നെ എനിക്ക് തരേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. ഈ ഒരു കാര്യം കാരണം വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പലരും പലതരത്തിലുള്ള പ്രതീക്ഷകൾ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എവിടെയും എത്താത്ത രീതിയിൽ പെൻഡിങ് ആയി കിടക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് വിഷയം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളെ എനിക്ക് കമൻറ്റിൽ പോലും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ്.